ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇതാ ഞാനും കാക്കും മോനും കൂടി കോഴിക്കോട്ടിലേക്കൊരു യാത്ര പോകണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ WCCയുടെ അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ബീച്ച് സൈഡിലുള്ള ഹസ്ബൻ കോർട്ട്യാർഡിൽ വെച്ചായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ അവിടെ നിരവധി യൂട്യൂബേഴ്സും അതുപോലെ ഇൻഫ്ലുവൻസേഴ്സുമാരും ഒക്കെ അടങ്ങിയൊരു അടിപൊളി ഗ്രാൻഡ് പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ചാൻസ് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു സന്തോഷത്തിലുമാണ്. കൂടെ തന്നെ നമ്മളെ കുറേ കൂട്ടുകാരികളെ കാണാനും ഒരു അവസരം കൂടി ഉണ്ടായിട്ടോ. കുറേ കാലമായി ഞങ്ങൾ യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും മാത്രം പരിചയപ്പെട്ട് നേരിട്ട് കാണാത്ത കുറേ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കവിടെ. അപ്പോൾ അവരൊക്കെ ഒരു കാണാൻ പറ്റിയൊരു അവസരം കൂടിയായി. അതിലും ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ. അങ്ങനെ ഞാനും കാക്കും മോനും കൂടിയാണ് കേട്ടോ പരിപാടിക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അകത്ത് കയറ്റി കാക്കും പിന്നെ ബീച്ചിൽ കറങ്ങുക ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ 2 പേർക്ക് മാത്രമേ എൻട്രി പാസ് ഉള്ളൂ. അപ്പോൾ കൂടെ വരുന്ന ഒരാൾക്കും ആ പരിപാടിയിൽ ജോയിൻ ചെയ്ത ആൾക്കും മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീ ആണ്, പാസ് ഫ്രീ ആണ്. അപ്പോൾ ആരെ ഒപ്പം ഉള്ളവർ വെച്ചാൽ അവർക്കുള്ള എൻട്രി പാസ് 200 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ ഞാൻ മോനെയാണ് കൂടെ കൂട്ടിയിട്ടുള്ള കേട്ടോ, ചെറിയ ആളെ. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ QR കോഡൊക്കെ അവർ ഒരാഴ്ച മുന്നേ തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ 2 പേർക്കുള്ളത്. അവിടെ അത് സ്കാൻ ചെയ്ത് പിന്നെ നമുക്കൊരു കയ്യിൽ കെട്ടാനൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കയ്യിലിങ്ങനെ കെട്ടണം കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഇരിക്കുമ്പോഴാണ് നമ്മുടെ മിസ്രിയ കിച്ചൻ ഓടി വന്നത് കേട്ടോ. അപ്പോൾ അവൾ നേരിട്ട് കാണുകയല്ലേ, എന്താ പറയുക, എന്തൊക്കെ ചെയ്യേണ്ടതൊന്നും അറിയുന്നില്ല. കുറേ ചിരിക്കും, കുറേ കാര്യം പറയും. ഭയങ്കര ചിരിയത്തിയാണ് കേട്ടോ ആൾ. ഓരോ തമാശയും പറയും. ഫോണിൽ കൂടി അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞാനും അവളും കൂടെ കുറച്ച് പുറത്തുനിന്ന് ചായ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അവളിതാ ഇരുന്ന് മോനെ കൊണ്ട് ചെറിയൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുപ്പിച്ചു കേട്ടോ. അപ്പോൾ പലയിടത്തുമാണ് കേട്ടോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. ഒരു ഭാഗത്ത് തന്നെയല്ല, നമുക്ക് ആ തരുന്ന ബാഡ്ജിൽ ഉള്ള നമ്പർ ഉള്ള സീറ്റിലാണ് കേട്ടോ ഇരിക്കേണ്ടത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കേട്ടോ. ആരും തന്നെ സീറ്റിലൊന്നും ഇരിക്കണുണ്ടായിരുന്നില്ല. ഒക്കെ ഫോണെടുത്ത് വീഡിയോ എടുത്ത് നടക്കുകയല്ലേ. ഓരോരുത്തർ അങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് നടക്കും. ഇരുത്തൊന്നും ആർക്കും അധികമല്ല കേട്ടോ. അങ്ങനെ ആരിഫ വേറെ ഒരു സീറ്റിലാണ്, നമ്മൾ സെമി വേറെ ഒരു സീറ്റിലാണ്. ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചായിട്ടോ. അങ്ങനെ ഇതാ പുറത്ത് ചായ കുടിക്കാനൊക്കെ ഇടയ്ക്കൊക്കെ ചായ വെള്ളമൊക്കെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ AVS ആളെ കണ്ടത് കേട്ടോ. നമ്മളെ യൂട്യൂബിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ഇതാ ഇവിടെയും നമ്മൾ കണ്ട് വീഡിയോയിലും ചാനലിലൂടെയും കണ്ട് പരിചയ ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഓരോരോ വിശേഷങ്ങളും ഒക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചും ഏതാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചോദിച്ചും പറഞ്ഞും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കൂടെ മാത്രം കണ്ടവരെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു രസം തന്നെയാണ് അല്ലേ, ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ജെസ്സിനെയൊക്കെ ഞാനിങ്ങനെ വാട്സപ്പിൽ കൂടിയും വീഡിയോസിലും ഒക്കെ തന്നെ കണ്ട് പരിചയം. പിന്നെ അത് നമ്മുടെ ആരിഫയുടെ ചങ്കായ ജെസ്സിനുണ്ട്. പിന്നെ നമ്മളെ മിസ്സിരി അല്ല, നമ്മളെ സെമിയുണ്ട്. സെമിയൊക്കെ ഇപ്പോൾ അവിടെ തലക്കുളത്ത് പഞ്ചായത്ത് മെമ്പറാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഓരോ കഥയും തമാശയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അതാ നമ്മുടെ ആഷിഖിനെ കണ്ടിരുന്നു. അപ്പോൾ അവരെ 2ാമത്തെ വൈഫ് അവരെയൊക്കെ കൂട്ടി ഒരു സെൽഫിയൊക്കെ എടുത്ത് നല്ല സംസാരമാണ് കേട്ടോ. വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒരു ജാടയും കാര്യമൊന്നുമില്ല. സാധാരണക്കാരപ്പോൾ തന്നെ നമ്മളോട് സംസാരിക്കും. ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ജാടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരോടൊന്നും പിന്നെ നമ്മൾ ഉണ്ടാനൊന്നും പറ്റില്ല. നമുക്ക് പറ്റിയവരോടൊക്കെ പോകും, സംസാരിക്കും, മിണ്ടും, സെൽഫി എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറേ ടൈം അങ്ങനെ ഓടിയിട്ടും ചാടിയിട്ടും നടന്നിട്ടും അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടും ഒക്കെ നടന്നു. പിന്നെ അതാട്ടോ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടോ. ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിനൊന്നും ഒരു കുറവും കുറ്റവും പറയാനൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ ഇതാ വരിക്ക് നിൽക്കണുണ്ട് കേട്ടോ. മിസ്സിരിയൊക്കെ ഇതാ അവിടെ വരിക്ക് നിൽക്കണം, ഞങ്ങൾ വരിയായി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഇവരെ അറിയാത്തവരാരും ഉണ്ടാവില്ല. നമ്മളെ ഷാജിനിട്ട് പൊരിച്ച ആളാണ് കേട്ടോ. നമ്മുടെ ഷെരീഫ് MKT മണ്ണാർക്കാടാണ് അവരെ വീട്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഓരോ വീഡിയോയിൽ കാണലുണ്ടല്ലോ. അങ്ങനെ ഇതാ ഞാനും സെമിയും കൂടി ചോറ് വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി റൈസ്, മന്തി റൈസ്, പിന്നെ എന്തൊക്കെയോ ബീഫും
എല്ലാം ഉണ്ടായിരുന്നു. ഇന്നത് എന്നൊന്നും പറയാനിതിൽ വയ്യ കേട്ടോ. കുറേ ഫുഡ് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ നിന്ന് ഇരുന്ന് കഴിച്ച് പിന്നെയും ഇതന്നെ ഫുള്ള് പരിപാടി ഫോട്ടോ എടുക്കുക. മെയിൻ പരിപാടി അതുതന്നെയല്ലേ. ഓരോരുത്തരെ കാണുമ്പോൾ ഓടിച്ചെല്ലുക, ഫോട്ടോ എടുക്കുക, അതൊക്കെ തന്നെ. പിന്നെ നമ്മുടെ നിർമ്മൽ പാലായി വന്നിട്ടുണ്ടായിരുന്നു. അവരെ കുറച്ച് പ്രസംഗം അതുപോലെ മിമിക്രിയും അങ്ങനെയൊക്കെ ഓരോരോ മോഹൻലാൽ, മമ്മൂട്ടി അവരൊക്കെ സൗണ്ടിൽ ഓരോ സംസാരം മിമിക്രി അടിപൊളിയായിരുന്നു. പിന്നെ അതാ നമ്മുടെ വേറൊരു യൂട്യൂബർ ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവരും സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ അവാർഡും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നിമിഷമാണ് ഞങ്ങളിനി നേരെ പോണത് നമ്മുടെ ആരിഫാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ രാത്രി ആവുകൊണ്ട് ഇനി നമുക്ക് നാട്ടിലെത്തിയാലൊന്നും ചിലപ്പോൾ ബസ് കിട്ടിയെന്ന് വരില്ല. രാത്രി കുറേ ടൈം ആയാൽ പകുതിക്ക് വെച്ച് കുടുങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ആരിഫാൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അതാ പുറത്തെല്ലാവരും പോകാനൊരുങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ടോ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതും നമുക്ക് ചെറിയൊരു മൊമെൻ്റ് കിട്ടിയതിലും ഒക്കെ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയൊക്കെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ കിട്ടാനും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ അത് വേറൊരു രസം തന്നെയാണ് അല്ലേ. അപ്പോൾ അവിടെ അതാ സെൽഫി എടുത്തിട്ടും മതിയാവണില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആരിഫാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരക്കും ദിക്കും എല്ലാം കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ടാണ് കേട്ടത്, നമ്മളെ ഹസ്ബൻഡ് കൂട്ടുകാരൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടിയിരുന്നു. ബസ്സിലാണ് കേട്ടോ പോയത്. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മുടെ ആരിഫാൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഓക്കെ ബൈ, താങ്ക്സ്.